FC ബാഴ്സലോണയുടെ സൂപ്പർ താരം പെഡ്രിക്ക് കഴിഞ്ഞ മത്സരത്തിലാണ് പരിക്കേറ്റത്. ആ UCL മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് ഒരു ഹാംസ്ട്രിംഗ് ഇഞ്ചറി പിടികൂടിയത്. അപ്പൊ ഈ ഒരു ഇഞ്ചറി കാരണം എത്ര മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര നാളുകൾ പെഡ്രിക്ക് പുറത്തിരിക്കേണ്ടി വരും എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലാലിഗയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ലാലിഗയിലെ അടുത്ത മത്സരം റിയൽ ഓവിയാഡോനെതിരെയുള്ള മത്സരത്തിൽ പെഡ്രി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ UCL അവസാന മത്സരത്തിലും പെഡ്രിക്ക് കളിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ള എൽച്ചയുമായിട്ടുള്ള ലാലിഗ മത്സരം, അതുപോലെ തന്നെ ആൽബസെറ്റയുമായിട്ടുള്ള കോപ്പ ഡെൽ റേയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം, പിന്നെ ലാലിഗയിൽ ജിറോണയുമായിട്ടുള്ള മത്സരം, അതുപോലെ തന്നെ ലാലിഗയിൽ ലെവന്റെയുമായിട്ടുള്ള മത്സരം. ഇങ്ങനെ ഈ മത്സരങ്ങൾ പെഡ്രിക്ക് എന്തായാലും കളിക്കാൻ പറ്റൂല. ഇനി ഇത് കൂടാതെ ചാമ്പ്യൻസ് ലീഗിലെ അവസാന മത്സരത്തിൽ ബാഴ്സലോണ ജയിച്ച് അവർക്ക് ടോപ്പ് 8 എത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് പ്ലേ ഓഫ് കളിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഇത് വന്നാൽ 2 മത്സരങ്ങൾ കൂടി, അങ്ങനെയാണെങ്കിൽ പ്ലേ ഓഫിന്റെ ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും പെഡ്രിക്ക് നഷ്ടമാകുന്നില്ല കാര്യമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ മത്സരങ്ങൾ എന്തായാലും പെഡ്രിക്ക് നഷ്ടമാകും. ഇനി അഥവാ ടോപ്പ് 8 എത്തിയിട്ടില്ലെങ്കിൽ 9 മത്സരങ്ങളും നഷ്ടമാകുന്നില്ല കാര്യമാണ്. അപ്പൊ ഈ ഒരു ഫെബ്രുവരിയുടെ അവസാനത്തിലുള്ളൂ, അല്ലെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിലാണ് ഇനി പെഡ്രി ബാഴ്സലോണയുടെ സ്ക്വാഡിൽ റീജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഏതായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.